ഹായ് ഗൈസ്, സോ ഇന്ന് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത് ഫൈൻഡ് മോസ്റ്റ് ഫ്രീക്വന്റ് വോവൽ ആൻഡ് കോൺസോണന്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, ഈ പ്രോബ്ലം പറയുന്നത് ഇത്രയേ ഉള്ളൂ. സോ നമുക്കൊരു സ്ട്രിങ് തന്നിട്ടുണ്ട്. ആ സ്ട്രിങ്ങിനകത്ത് വോവൽസ് ഉണ്ട്, അതുപോലെ തന്നെ കോൺസണന്റും ഉണ്ട്. ഓക്കെ, സോ വോവൽ എന്ന് പറയുമ്പോൾ എ ഇ ഐ ഒ യു, അതല്ലാത്തല്ല കോൺസണന്റ്. ഓക്കെ, സോ നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത് ഇതിലെ മാക്സിമം ഫ്രീക്വൻസി ഉള്ള വോവൽ ഏതാണോ അത് കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ മാക്സിമം ഫ്രീക്വൻസി ഉള്ള കോൺസണന്റ് ഏതാണോ അത് കണ്ടുപിടിക്കുക. എന്നിട്ട് അവരെ തമ്മിലുള്ള ഫ്രീക്വൻസികൾ തമ്മിൽ സം ചെയ്തിട്ട് റിട്ടേൺ ചെയ്യാം. അതാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് വേണ്ടത്. ഓക്കെ, സോ ഈ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വവൽ എന്ന് പറയുമ്പോൾ യുവും അതുപോലെ തന്നെ ഇ ആണ് വന്നിട്ടുള്ളത്. യുടെ ഫ്രീക്വൻസി 1 ആണ്, ഇയുടെ ഫ്രീക്വൻസി 2 ആണ്. സോ ഇവിടെ മാക്സിമം ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2 ആണ്. സോ കൺസണന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് എസും സിയും ആണ്. അതിലെ ഫ്രീക്വൻസി നോക്കുമ്പോൾ എസിനാണ് കൂടുതൽ ഫ്രീക്വൻസി 4 ആണ്. സോ 2 + 4 6 എന്ന് നമ്മൾ ഇവിടെ റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, സോ ഇത് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുക? സോ ഒബ്വിയസ്ലി നമ്മൾ ഇതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന എന്താ, നമ്മൾ ഇവരുടെ കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ആദ്യം ഈ ഒരു ലൂപ്പ് വെച്ചിട്ട് ആ ഒരു സ്ട്രിങ്ങിനെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഐട്രേറ്റ് ചെയ്യണം. സോ ഓരോ ഐട്രേഷനിലും ഇഫ് എന്റെ സ്ട്രിങ് ഓഫ് ഐ എന്ന് പറയുന്നത് വവൽ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അതിന്റെ കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. സോ എനിക്ക് വവലിന്റെ കൗണ്ട്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു മാപ്പ് യൂസ് ചെയ്യാം. സോ ഞാൻ അതിനെ വി മാപ്പ് എന്ന് പേരിട്ടു. അതുപോലെ തന്നെ കൺസോണന്റിന്റെ ഫ്രീക്വൻസീസ് അല്ലെങ്കിൽ കൗണ്ട്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സി മാപ്പ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, സോ ഓരോ തവണ ഞാൻ വവലിനെ മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇത് എന്ത് ചെയ്യും, എന്റെ വി മാപ്പിനകത്ത് ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, എന്റെ സി മാപ്പിനകത്ത് ഞാൻ അത് എന്ത് ചെയ്യും, ആ ഓരോ കൗണ്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ആ ഒരു ലൂപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം, എന്റെ മാക്സിമം വവൽ ഏതാന്നുള്ളത് ഞാൻ എന്റെ മാപ്പിൽ നിന്ന് കണ്ടുപിടിക്കും. അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യണം, സി മാപ്പിൽ നിന്ന് മാക്സിമം കൺസണന്റ് ഏതാന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, അവരെ തമ്മിൽ പ്ലസ് ചെയ്തിട്ട് ഞാൻ റിട്ടേൺ ചെയ്യണം. സോ ഇത്രയേ നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫേർട്ട് വരുന്നുള്ളൂ. ഓക്കെ, സോ ഇതിന് ടൈം കോംപ്ലക്സിറ്റി എന്താ വരുന്നത്, നമ്മൾ ഒരു സിംഗിൾ ലൂപ്പ് മാത്രമേ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. സോ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് O ഓഫ് n ആയിരിക്കും. ഓക്കെ, സോ ഇതിനെ വീണ്ടും ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ആദ്യം നമ്മൾ എല്ലാ കൗണ്ട്സും കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവസാനമാണ് അതിലുള്ള മാക്സിമം നമ്മൾ ലൂപ്പിന് പുറത്ത് വീണ്ടും നമ്മൾ ഈ ഒരു മാപ്പ് നോക്കിയിട്ടാണ് എടുക്കുന്നത്. സോ അതിന് പകരം ഈ ഒരു ലൂപ്പിൽ തന്നെ നമുക്ക് അതിന്റെ മാക്സിമം വാല്യൂസും ഓൺ ദ ഫ്ലൈ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ ഒരു അൽഗോരിതം വീണ്ടും നമുക്ക് ഒന്നുകൂടെ ഒപ്റ്റിമൈസ് ചെയ്യാം. ഓക്കെ, സോ കംപ്ലീറ്റ് DSR പ്രോബ്ലം സോൾവിംഗ് സീരീസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം.